ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയർപ്പ് കാലത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. സുവിശേഷത്തിൽ ഈശോ പറയുന്നതിൽ ഏറ്റവും ആശ്വാസകരമായ, പ്രത്യാശ പകരുന്ന വാക്യങ്ങളിൽ ഒന്നാണിത്. ഈശോ നമ്മളോട് പറയുന്നു, നിങ്ങൾ ഒന്നുകൊണ്ടും അസ്വസ്ഥമാവേണ്ട, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ. ഇതൊരു പക്ഷേ ഏറ്റവും ആധികാരികമായി നമ്മളോട് പറയാൻ പറ്റുന്നത് ഈശോയ്ക്കാണ്, ദൈവത്തിനാണ്. പലരും വന്ന് നമ്മളെ ആശ്വസിപ്പിക്കാറുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, അസ്വസ്ഥരാവേണ്ട എന്ന് പറയാറുണ്ട്. അതൊരു മാനുഷികമായ സന്തോഷത്തിൻ്റെയും മാനുഷികമായ സ്നേഹത്തിൻ്റെയും പേരിൽ പറയുന്നതാണ്. പക്ഷെ അത് ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റുന്നത് ഈശോയ്ക്ക് തന്നെയാണ്. കാരണം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാ സ്വസ്ഥതയും തരുന്ന, സമാധാനവും തരുന്ന, സന്തോഷവും തരുന്ന ദൈവം തന്നെ അത് പറയുമ്പോൾ അതിനേക്കാൾ വലുതായി, മുകളിലായി ആർക്കും ഒന്നും പറയാനില്ല. ഈശോ തന്നെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരോട് പലതവണ സംസാരിക്കുന്നത് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയിലും 3 തവണ പുരോഹിതൻ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ജനങ്ങളെ ആശീർവദിക്കുന്നുണ്ട്. സമാധാനം ഈശോ തന്നെയാണ്. ഈശോ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് തന്നെയാണ് ആ ആശംസയുടെ അർത്ഥം. രണ്ടാമതായ ഒരു കാര്യം ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഈശോ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം സ്വസ്ഥമല്ലാത്തതിന് കാരണം നിങ്ങൾ വേണ്ടതുപോലെ ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ് എന്നാണ് അതിൻ്റെ ആത്മീയമായ ഒരു അർത്ഥം, ഒരു വ്യാഖ്യാനം. ദൈവത്തിൽ ആഴമായി, ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർക്ക്, പ്രത്യാശിക്കുന്നവർക്ക് ഒന്നിനെക്കുറിച്ചും മനസ്സ് അസ്വസ്ഥമാവേണ്ട കാര്യമില്ല. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാത്തപ്പോഴാണ് നമ്മൾ തന്നെ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യണമല്ലോ, എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത്, ദൈവത്തെ ഏറ്റവും പ്രധാനമായി ചിന്തിക്കാത്തിടത്താണ് നമ്മുടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നു, ഇനി ചെയ്യേണ്ടത് എന്താണ്? എന്നിലും വിശ്വസിക്കുവിൻ. ഈ പറഞ്ഞ ദൈവം ഞാനാണെന്ന് എൻ്റെ വാക്കുകളിൽ, എന്നിൽ വിശ്വസിക്കുവിൻ. നമ്മൾ ഇന്ന് ആത്മശോധന പ്രത്യേകമായി ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഈശോയെ ദൈവമായി കണ്ട് എല്ലാ നന്മയും സ്വസ്ഥതയും സ്നേഹവും സന്തോഷവും തരാൻ പറ്റുന്ന ഇതിൻ്റെ എല്ലാ ഉറവിടമായ ദൈവമായി കണ്ട് ആരാധിക്കുന്നുണ്ടോ? ഈ ദൈവത്തെയാണോ ഞാൻ ഏറ്റവും പ്രധാനമായി കണ്ട് ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതും? അതോ മറ്റ് ഏതെങ്കിലും ദൈവങ്ങൾ ആ സ്ഥാനത്ത് കയറിയിരിപ്പുണ്ടോ? പണമോ പദവിയോ മറ്റുള്ള ആളുകളോ എൻ്റെ തന്നെ ഇഷ്ടങ്ങളോ ശീലങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാന സ്ഥാനത്ത് ദൈവമായിരിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് മനസ്സ് സ്വസ്ഥമാവാനുള്ള ഏക വഴി, ഏറ്റവും പ്രധാന വഴിയെക്കുറിച്ച് ഈശോ പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിക്കുക.